जननी जननी शरणं जननी शरणं जनिमृदि शरणं जननी शरणं ദേശാന്തരങ്ങളിലൂടൊഴുകുന്നു കാരുണ്യക്കല്ലോലിനെ ഭാരതനാടിൻ ജീവനാ സഞ്ചിത പുണ്യാവലി ജനനീ ശരണം ജനനീ ശരണം ജനനീ ശരണം ജനനീ ശരണം तो ही मेरी धरती माता तो ही मेरी अंबर माता तेरे दिल से हमको माता प्यार जाना दे दो मारा जननी 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 शरणं जननी 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 शरणं जननी 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 शरणं जननी 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 शरणं ബാഴ്സലോണയിൽ അമ്മയുടെ 3 ദിവസത്തെ ദർശന പരിപാടി അതിഗംഭീരമായ ഒരു അനുഭവമായി മാറി. ഓരോ ദിവസവും ഹാളിലേക്ക് കടന്നുവരുന്ന അമ്മയെ അമ്മയുടെ യൂറോപ്പിലെ മക്കൾ ഹൃദ്യമായി ഭക്തിയുടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നത് കാണാമായിരുന്നു. സകല പൂജാദ്രവ്യങ്ങളും അമ്മയ്ക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് അമ്മയുടെ മക്കൾ ഗുരുവിനെ കാത്തുനിന്നിരുന്നത്. തന്റെ ഭക്തമക്കൾ നൽകുന്ന പൂജകൾ ഏറ്റുവാങ്ങി അമ്മ മക്കളുടെ മേൽ കൃപാപൂർവം കടാക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചശക്തിയുടെ മാതൃരൂപത്തെ ആരാധിക്കുവാനുള്ള അവസരം ലഭ്യമായതിന്റെ നിറവിലായിരുന്നു അപ്പോൾ ഓരോ ഭക്തമനസ്സും. അമ്മയുടെ ലോകമാകെയുമുള്ള മക്കൾക്ക് ഒരു മന്ത്രം ഹൃദിസ്ഥമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സനാതനധർമ്മം ലോകത്തെ പഠിപ്പിക്കുന്ന പാഠമതാണ്. നീയോ ഞാനോ എൻ്റെ മതമോ മാത്രം നന്നായാൽ പോരാ, ലോകമാകെയും നന്മയിലേക്ക് ഉയരണം.
എല്ലാവരുടെയും മനസ്സ് സദാ സുഖാനുഭവത്തിലായിരിക്കണം. അതിനായി ഞാനെന്ന ചിന്തയിൽ നിന്നും നമ്മളെന്ന ചിന്തയിലേക്ക് ഉയരുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ് ഏറ്റവും ലളിതമായ മാർഗം. അമ്മയുടെ നിർദ്ദേശാനുസരണം അമ്മയുടെ മക്കൾ ലോകസുഖത്തിനായി പ്രാർത്ഥിക്കുമ്പോഴും ശാന്തിമന്ത്രം ജപിക്കുമ്പോഴും അവർ സ്വയം ശാന്തിയെ അറിയുകയാണ് ചെയ്യുന്നത്. ഒന്നായി ചേർന്ന് ഈശ്വരനെ സ്മരിക്കുമ്പോൾ തങ്ങൾക്ക് തനിച്ചുള്ള ഒരു നിലനിൽപ്പില്ല എന്ന പാഠമാണ് അമ്മ മക്കളിലേക്ക് പകരുന്നത്. ലോകമാകെയുമുള്ള ജീവനുകൾ പരമാത്മശക്തിയാകുന്ന ഒരു നൂലിനാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ആ അറിവിലേക്ക് അമ്മ തൻ്റെ മക്കളെ പല പ്രകാരത്തിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ 3 ദിവസത്തെ ദർശന പരിപാടികൾ സംഗീതത്താൽ അനുഗ്രഹീതമായിരുന്നു. പാശ്ചാത്യ മക്കൾ തങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സംഗീത പരിപാടികളുമായി എത്തിക്കൊണ്ടിരുന്നു. അമ്മയുടെ ഒരു മന്ദഹാസം പോലും അവർക്കേറെ വിലപ്പെട്ട അംഗീകാരം തന്നെയാണ്. കീബോർഡ് സംഗീതത്തിലൂടെ അമ്മയ്ക്ക് സമർപ്പണവുമായി എത്തിയ ഒരു മകൾ പൂർണ്ണ ശ്രദ്ധയോടെ കീബോർഡ് വായിക്കുമ്പോൾ അമ്മയുടെ ശ്രദ്ധയും ആ മകൾക്കുമേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും സംഗീതം അമ്മയ്ക്ക് വേണ്ടി വായിച്ചുകൊണ്ട് ആ മകൾ കൃതാർത്ഥയായിത്തീർന്നു. Para mí la experiencia con Amma ha sido increíble porque también tenía muchas ganas de estar. എന്നെ സംബന്ധിച്ച അമ്മയുടെ ദർശനം ഒരു അമൂല്യമായ അനുഭവം തന്നെയായിരുന്നു. ഞാൻ അമ്മയുടെ ആശ്ലേഷത്തിനായി വളരെ നാളായി കൊതിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം അതിന് സാധിച്ചിരുന്നില്ല. ആ ആശ്ലേഷത്തിലൂടെ എനിക്ക് വളരെയധികം ശാന്തിയും തെളിമയും ആശ്വാസവും ലഭിക്കുകയുണ്ടായി. Interviene la fantástica Amparo, que es la cabeza de todo. ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് വർക്ക്ഷോപ്പുകളും റേക്കിയും മെഡിറ്റേഷനും ഓർഗനൈസ് ചെയ്യാറുണ്ട്. 4 Paths എന്ന ഒരു സംഘടനയുമായി ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇത് വളരെ നന്നായി പ്രവർത്തിക്കാനും കൂടുതൽ പേർക്ക് ശാന്തി പകരാനും ഉപകരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും അമ്മയുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. അവർ വളരെ വർഷങ്ങളായി കർമ്മരംഗത്തുള്ളവരാണ്. അതുപോലെ അമ്മയുടെ സ്നേഹം കുട്ടികളിലേക്ക് പകരുവാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്.
അമ്മയുടെ ദർശന പരിപാടി നടന്നുകൊണ്ടിരിക്കെ ഒരു സ്പാനിഷ് സംഘത്തിന്റെ സംഗീത പരിപാടിയും നടക്കുകയുണ്ടായി. അതൊരു പ്രാദേശിക സംഗീത സംഘമായിരുന്നു. അമ്മ ലോകോദ്ധാരകയാണ്. ദർശനം നൽകി തന്റെ മക്കളുടെ മനസ്സിനെ ഉയർത്തുവാൻ അവതരിച്ച ഈശ്വര തത്വത്തിന്റെ മാതൃഭാവം. അവർ തങ്ങളുടെ പുസ്തകങ്ങളും തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ വസ്തുക്കളും കൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ എത്തുന്നു. അമ്മ അവ അനുഗ്രഹിക്കണമെന്നത് അവരുടെ അഭിലാഷമാണ്. അതവിടുന്ന് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന മക്കളും അനവധിയാണ്. എന്നാൽ അവിടുന്ന് പകരം ചോദിക്കുന്നത് അവരുടെ മനസ്സിനെ മാത്രമാണ്. അത് അമ്മയ്ക്കായി നൽകുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അമ്മയിലെ ആ മഹാശക്തിക്ക് തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അവരുടെ ദുഃഖങ്ങളെ നിഹനിക്കുവാൻ, അവരിൽ ആനന്ദം നിറയ്ക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നു. മനസ്സിന്റെ തടവിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ അവർ സ്വയം അത് അറിയുന്നതുമില്ല. തൻ്റെ മക്കളെ മനസ്സിന്റെ തടവറയിൽ നിന്നും രക്ഷിക്കുവാനാണ് അമ്മയുടെ യത്നം. ചിത് ശക്തിയുടെ പ്രശാന്തതയിൽ എത്തിച്ചേരുമ്പോൾ ദുരിതങ്ങൾക്ക് അറുതി വരികയായി. ഗുരുകൃപ തേടുക എന്നത് മാത്രമാണ് അതിനുള്ള സുഗമമായ മാർഗം. Para mí, Amma ha significado el maestro espiritual. എനിക്ക് അമ്മ ഒരു ആത്മീയ ഗുരുവാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അമ്മയെ അറിയാം. പതുക്കെ പതുക്കെ ഞാൻ അമ്മയുടെ ആധ്യാത്മിക പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതൊരു പുതിയ ലോകമാണ്, ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആധ്യാത്മികത പാശ്ചാത്യർക്കത്ര പരിചിതമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളിത് അറിയുവാൻ ആരംഭിച്ചിരിക്കുന്നു. അമ്മയെപ്പോലെ ഒരു മഹാത്മാവിനോടാണ് നന്ദി പറയേണ്ടത്. De conocer de primerísima mano, ¿no? de una persona como Amma, que se conoce como un Mahatma, ¿no? Para mí es un gurú, es una líder espiritual y es una guía en mi vida, igual que lo ha sido. എനിക്ക് അമ്മ ഒരു ഗുരുവാണ്, ആത്മീയ ഗുരു. അമ്മ എന്നെ ആധ്യാത്മിക പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. അവ നമ്മുടെ സമൂഹത്തിന് മാതൃകയാണ്. Y creí que era muy práctico conocer y entenderlo, ¿no? Amma, en esta decisión, bueno, yo se lo comenté y me dio su soporte, decir, oye, pues sí, me parece bien que hagas derecho. Como he dicho antes, pues para mí Amma es una guía, ¿no? Y estas cuestiones importantes en mi vida se las he ido consultando. Lo que sí que puedo decir sobre el derecho. ഞാൻ വക്കീലായി തുടരണോ എന്ന് അമ്മയോട് ചോദിച്ചിരുന്നു. ഞാൻ ധർമ്മത്തിന്റെ പാതയിൽ തുടരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഒരു വക്കീലിനെ ശരിതെറ്റുകൾ പ്രതിരോധത്തിലാക്കും. അതിനാൽ എനിക്കെൻ്റെ ജോലിയിൽ സന്ദേഹം തോന്നി. എന്നാൽ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു മാർഗം പിന്തുടരേണ്ടവരാണ്. നമ്മൾ അത് കഴിയുന്നിടത്തോളം ശരിയായി ചെയ്യണം. നിയമത്തിനും ധർമ്മത്തിനും ഉള്ളിൽ ഒരു സവിശേഷ ഘടകമുണ്ട്.
ചിലപ്പോഴൊക്കെ നിയമത്തിനുള്ളിലുള്ള ആ ശരി ചെയ്യുവാൻ നമ്മൾ മറന്നുപോകുന്നു. ഈ തൊഴിലിലൂടെ അമ്മ പഠിപ്പിച്ച മൂല്യങ്ങളെ പകരുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. Y hay que mantenerse lo más recto en ese camino, ¿no? Pues hay para mí un elemento especial entre lo que es el derecho y el Dharma, y sobre todo como el derecho hoy en día, en mi opinión, pues a veces se olvida de ese camino, esa rectitud. Entonces, en el ejercicio de la profesión intento transmitir esos valores que Amma nos transmite. ബാഴ്സലോണയിലെ 3 ദിനങ്ങളുടെ ദർശനമാത്രകൾ അത്രയും സംഗീത നിർഭരമായിരുന്നു എന്ന് തന്നെ പറയാം. വിശേഷിച്ച് വയലിൻ്റെയും ഗിറ്റാറിൻ്റെയും തന്ത്രികളിൽ നിന്നും പ്രസരിച്ചുകൊണ്ടിരുന്ന രാഗവീചികൾ, അവ ദർശന ഹാളിനെ സദാ തഴുകിക്കൊണ്ടേയിരുന്നു. മന്ദതാളത്തിൽ മൃദുവായി ഒഴുകിയ നാദതരംഗങ്ങൾ അവ എത്ര സംഘർഷഭരിതമായ മനസ്സിനെയും ശാന്തമാക്കുവാൻ പോരുന്നതായിരുന്നു. മനസ്സിന്റെ ശാന്തി ശരീരത്തിന്റെ ഓരോ അണുവിലും സ്പർശിക്കുന്നതാണ്. അങ്ങനെ മനസ്സിനൊപ്പം ശരീരവും വിശ്രാന്തി അനുഭവിക്കുന്ന മാന്ത്രികതയാണ് മൃദുസംഗീതത്തിന്റെ സവിശേഷത. Es porque hago seva, porque ayudo aquí de forma voluntaria. ഞാനിവിടെ ഒരു വോളണ്ടിയറായി സേവ ചെയ്യുകയാണ്. എൻ്റെ വീട്ടിലെ അമ്മയാണ് അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഞാനും അതിൽ അമ്മയെ സഹായിക്കുന്നു. രസകരമായ ഒരു കാര്യമുണ്ട്. വടക്കൻ സ്പെയിനിലെ ഭാഷയായ ബാസ്കോയിൽ മദർ എന്ന വാക്കിന് അമ്മ എന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ അമ്മയെ കാണുന്നുണ്ട്. എനിക്ക് സേവ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതുപോലെ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള കൂട്ടായ്മയുടെ അന്തരീക്ഷം, അത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അത് വളരെ രസകരമാണ്. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സേവനം എനിക്ക് പ്രചോദനമാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ എനിക്ക് സന്തോഷവുമാണ്. ഇന്ന് സമൂഹം വളരെയധികം വ്യക്തിനിഷ്ഠമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഏറെ വിശാലമാകുന്നു. മറ്റുള്ളവരുമായി യോജിച്ചു പോകുവാനും ശ്രമിക്കാറുണ്ട്. O crear incluso sin necesitar ayuda, crear algo juntos. Y eso es muy guay. Sí, sin duda. പൂക്കൾ ഹൃദയ നൈർമല്യത്തിന്റെ പ്രതീകങ്ങളാണ്. അവയുടെ സുഗന്ധം നിർമ്മല സ്നേഹത്തിന്റെ സുഗന്ധത്തോട് ഉപമിക്കാവുന്നതാണ്. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഒഴിയുമ്പോൾ അവ ഹൃദയത്തോട് ചേരുകയും ഏറ്റവും മൃദുവും ലഘുവുമായി മാറുകയും ചെയ്യുന്നു. മനസ്സുകളെ പൂക്കളെപ്പോലെ മാറ്റുവാൻ ആത്മവിദ്യയ്ക്ക് സാധിക്കുന്നു. ഗുരുസവിധം ആത്മപ്രകാശത്തിന്റെ ഇടമാണ്. ആ പ്രകാശത്തിന്റെ പ്രതിഫലനം എല്ലാ മുഖങ്ങളിലും കാണുവാനാകും.
അതവരുടെ വദനങ്ങളെ അല്പനേരത്തേക്കെങ്കിലും അതീവ സുന്ദരങ്ങളാക്കി മാറ്റുന്നു. വാഗതീശ്വരി ശാരദേ വരദായിനി. അമ്മയിലൂടെ ഈശ്വരപ്രസാദത്തെ നുകരുവാൻ അമ്മയുടെ എല്ലാ ഭക്തമക്കൾക്കും സാധ്യമാകാറുണ്ട് എന്നതാണ് വാസ്തവം. ആത്മചൈതന്യത്തെ അറിയുവാൻ മൗനത്തോളം കരുത്ത് മറ്റെന്തിനാണുള്ളത്? അമ്മ പാടുമ്പോഴും പറയുമ്പോഴും മക്കളുടെ ശ്രദ്ധ ഏറെയും അതിൽ തന്നെയായിരിക്കും. എന്നാൽ അവിടുന്ന് നിശബ്ദയായി മക്കളുടെ മുന്നിലിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അമ്മയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത് കാണാം. അതവരെ ഹൃദയത്തോളം കൊണ്ടുചെന്നെത്തിക്കുകയും ആത്മാനുഭവത്തിൻ്റെ ആനന്ദാശ്രുക്കളാൽ മനസ്സുകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഏത് ഹൃദയഭാരവും ഒഴിക്കുവാനുള്ള സിദ്ധൌഷധമാണ് അമ്മ. മാതാറാണിക്ക് ജയ് വിളികളോടെ അമ്മ വിട പറയുകയാണ്. അവിടുന്ന് പുറത്തേക്ക് ഗമിക്കുന്ന വീഥികളൊക്കെയും പതിവ് പോലെ ഭക്തമക്കളുടെ നീണ്ട നിരകളാൽ അലങ്കൃതമായിരുന്നു. ഓരോ മനസ്സും അമ്മയ്ക്കായി തുടിക്കുന്നതിൻ്റെ നാദം പോലും ശ്രവിക്കാനാകുമെന്ന് പറഞ്ഞാൽ അത് അതിശയമാകില്ല. ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോഴും തൻ്റെ മക്കളിൽ പലരും അനുഭവിക്കുന്ന മനോവേദനയുടെ ആഴം അവിടത്തേക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ഒരാൺകുട്ടിയുടെ ഹൃദയ നൊമ്പരത്തിന് അവിടുത്തെ ചുമലുകൾ അഭയമായി മാറുന്ന കാഴ്ച എല്ലാ മനസ്സുകളെയും ആർദ്രമാക്കുന്നതായിരുന്നു. ജഗദംബേ ജഗദംബേ ബാൽക്കണിയിൽ നിന്നിരുന്ന മക്കളുടെ ആവേശം അവർക്ക് ആപത്ത് വരുത്തരുതെന്നുള്ള ശ്രദ്ധയും അമ്മയുടെ മാതൃഹൃദയം പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രാർത്ഥനകൾ തങ്ങൾക്കൊപ്പമുണ്ടായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അമ്മയുടെ മക്കൾ സദാ നിലകൊള്ളുന്നതെന്ന് കാണാം.